ഇന്നത്തെ എഡിറ്റോറിയൽ ആരംഭിക്കുന്നത് ഒരു കടങ്കഥയോട് കൂടിയാണ്. മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുന്നവരെ വീട്ടിൽ കയറി അടിക്കുന്ന MLAയുടെ പേരെന്താണ്? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. അന്തസ് വേണമടാ, അന്തസ്. അതെ, മര്യാദാ പുരുഷോത്തമൻ കൊല്ലം MLA ശ്രീമാൻ മുകേഷ്. വന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കാൻ പോലും ഭയപ്പെടേണ്ട കാലമാണ് പൊതുജനങ്ങൾക്ക്. കാരണം നോക്കിയും കണ്ടും കളിച്ചില്ലെങ്കിൽ വീട്ടിൽ കിടത്തി ഉറക്കില്ല ഈ MLA. ഏകദേശം എല്ലാവർക്കും സംഭവം പിടികിട്ടി കാണും. പിടികിട്ടാത്തവർ ഈ ഫോൺ സംഭാഷണം കൂടി ഒന്ന് കേൾക്കൂ. ആരാണ്? അല്ല, എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ. സാറാണോ? അതെ, അതറിയാമല്ലോ, പിന്നെന്തിനാണ് ആരാണെന്ന് ചോദിക്കുന്നത്? അല്ല സാർ, ഞാൻ 2-3 നമ്പറിൽ വിളിച്ചത്, അതാണ്. ശരി, പറഞ്ഞു. ആരാണ്, എവിടുന്നാണ്? ഞാൻ സാർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്ത് നിന്നാണ്. ഊരുട്ടമ്പലം. പറഞ്ഞോ, എന്തായിരുന്നു? സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ. ഹലോ, കേൾക്കണ്ട. സുഹൃത്താ? ഏത് സുഹൃത്ത്? ഏത് സുഹൃത്ത്? അല്ല, സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാനിത് അങ്ങോട്ട്, ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ. കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ സാർ, ഞാന് ഇപ്പൊ ആള് വരും. എന്താണ് ചോദിക്കാൻ? സുഹൃത്താ? അല്ല, ഞാന് വാർത്തയിലൊക്കെ കേട്ടോണ്ട് അറിയാതെ. അതെ, നിർത്തിക്കോ. ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ കേട്ടോ. വാർത്തയിലാണ്, വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ സാർ? ഞാൻ അങ്ങനെയല്ല സാർ, വാർത്തയാ. ഇപ്പൊ വരും. എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത്. അയാൾ അറിയാതെ വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. രാകാശൻ സുഹൃത്താ? അല്ല, ഞാന് വാർത്തയിൽ അങ്ങനെ പറഞ്ഞപ്പോ വെച്ച് പൊയ്ക്കോ. ജീവൻ കൊതിയുണ്ടെങ്കിൽ വെച്ച് പൊയ്ക്കോ കേട്ടോ. ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് കേട്ടോ. നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല, വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ. ഇറങ്ങിയിരിക്കുകയാണോ പരിപാടിയായിട്ട്? ശരി, ഓക്കെ. 9 വർഷത്തോളം വരുന്ന പൊതുസേവന കാലത്ത് ഫോൺ വിളി വിവാദത്തിൽ പല തവണ കൊല്ലം MLA മുകേഷിന്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട്. യാതൊരു ബെല്ലും ബ്രേക്കും സഭ്യതയുമില്ലാത്ത സംസാരങ്ങൾ കൊണ്ടാണ് പലപ്പോഴും മുകേഷ് സൈബർ ഇടത്തിലെ വിവാദ നായകനായത്. രാത്രി വിളിച്ച ആളോട് അന്തസ് വേണമടാ, അന്തസ് എന്ന് പറഞ്ഞ മുകേഷിന്റെ ഓഡിയോ ഒരു കാലത്ത് സൈബർ ഇടങ്ങളിൽ നിറഞ്ഞോടിയിരുന്നു. എന്നാൽ എത്ര ഏറിൽ കയറിയാലും മുൻകാല അനുഭവങ്ങളിൽ നിന്നും ഒരു ചുക്കും അദ്ദേഹം പഠിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത്. കൊല്ലത്ത് തന്നെ മാധ്യമപ്രവർത്തകനായ രാഗം രാധാകൃഷ്ണൻ എന്നയാളുടെ ചതിക്കിരയായി പണം നഷ്ടപ്പെട്ടെന്നാരോപിക്കുന്ന തിരുവനന്തപുരം ഊരൂട്ടമ്പലം സ്വദേശിയായ ഗൗതം എന്ന യുവാവ് കൊല്ലം MLAയെ ഫോണിൽ വിളിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിച്ച രീതിയാണ് കുറച്ചു മുൻപ് കേട്ടത്. തൻ്റെ ഒരു പ്രശ്നം പറയാൻ ഗതികെട്ട് വിളിക്കുന്ന യുവാവിൻ്റെ പ്രശ്നം എന്തെന്ന് പോലും കേൾക്കാൻ കൂട്ടാക്കാതെ ഭീഷണി മുഴക്കുകയാണ് അന്തസ്സുള്ള കൊല്ലം MLA. യുവാവിൻ്റെ മിസ് കോൾ കണ്ട് MLA തിരിച്ചു വിളിക്കുന്ന ഭാഗം വരെ വലിയ തട്ടുകേടില്ലാതെയാണ് പോയത്. നമ്മളും ഒരു നിമിഷം തെറ്റിദ്ധരിക്കും, എന്ത് നല്ല MLA, മിസ് കോൾ കണ്ടാൽ പോലും തിരിച്ചു വിളിച്ച് കാര്യം തിരക്കും. പിന്നെ ആരാണ് വിളിക്കുന്നത്, എവിടെ നിന്നാണെന്നുമെല്ലാം ചോദിക്കുന്നുണ്ട്. അതും സ്വാഭാവികം തന്നെയാണ്. കാരണം ഫോണിലേക്ക് അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് ഫോൺ വിളി വന്നാൽ അല്ലെങ്കിൽ മിസ് കോൾ വന്നാൽ ഏതൊരാളും നമ്മളുമൊക്കെ ഇതുപോലെ ചോദിക്കും. ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇതിനുശേഷം എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഊരൂട്ടമ്പലം സ്വദേശിയാണെന്നും താങ്കളുടെ അടുത്ത സുഹൃത്ത് രാഗം രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം പറയാനാണെന്നും ഈ യുവാവ് പറഞ്ഞു തീർക്കും മുൻപേ മുകേഷ് MLAയുടെ സർവ്വ കൺട്രോളും പോയി. പിന്നീട് MLAയിൽ നിന്നും തുടർച്ചയായി ഭീഷണികളാണ്. നല്ല 916 ലോക്കൽ ഗുണ്ടകളുടെ അതേ ഭാഷയിലാണ് പിന്നീട് മുകേഷിൻ്റെ വൺ മാൻ ഷോ. എൻ്റെ സുഹൃത്തോ, നിർത്തിക്കോ, ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ എന്നാണ് മുകേഷ് ഈ ഫോൺ സംഭാഷണത്തിലൊക്കെ പറയുന്നത്. എൻ്റെ ഫോൺ സൈബറുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്, കോടതിയുടെ തീരുമാനമാണെന്ന് അറിയാമല്ലോ, വേഗം നിർത്തിക്കോ കേട്ടോ, ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് അടിച്ചു പിരിക്കും നിന്നെ. ഇപ്പോൾ തന്നെ സൈബർ പോലീസ് വീട്ടിൽ വരും. എൻ്റെ മേഴ്സിയിലാണ്, അറിയാതെ വിളിച്ചതാണെന്ന് പറഞ്ഞാൽ ഓക്കെ, അതല്ലെങ്കിൽ നീ വീട്ടിൽ ഉറങ്ങത്തില്ല. രാഗം രാധാകൃഷ്ണൻ സുഹൃത്തോ, വെച്ചു പൊക്കോ, ജീവനിൽ കൊതിയുണ്ടേൽ വെച്ചു പൊക്കോ. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നീ വേറെ സ്ഥലത്തിരിക്കും. വേറെ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണോ എന്നൊക്കെയാണ് മുകേഷ് MLAയുടെ ഭീഷണി.
ഈ പറയുന്ന രാഗം രാധാകൃഷ്ണനും മുകേഷുമായി മുൻപ് നല്ല ബന്ധമുള്ള കാര്യമൊക്കെ ഇതിന്റെ പിൽക്കാല ചരിത്രം അറിയാവുന്ന പലർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ ഒന്നിറങ്ങിപ്പരതിയാൽ ആർക്കും കിട്ടും. മുകേഷ് MLA അടിമുടി പെട്ടുപോകാവുന്ന ചില വമ്പൻ കേസുകളിൽ രക്ഷകനായി എത്തിയതും ഇതേ രാഗം രാധാകൃഷ്ണനാണ്. അതെല്ലാം പോട്ടെയെന്ന് വെക്കാം. ചിലപ്പോഴൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നവർ പിൽക്കാലത്ത് ശത്രുക്കളായെന്നും അടുപ്പമില്ലാതായെന്നുമൊക്കെ വരാം. അതെന്താണെങ്കിലും രാഗം രാധാകൃഷ്ണൻ ഇപ്പോൾ എൻ്റെ സുഹൃത്തല്ല എന്ന് പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യത്തിനാണ് കൊല്ലം MLA ഭീഷണിയുടെ സ്വരമുയർത്തിയത്. വീട്ടിൽ വന്ന് അടിച്ചു പിരിക്കും നിന്നെ, ഇനിയൊരു മിസ്റ്റേക്ക് വന്നാൽ നീ ജീവിച്ചിരിക്കില്ല, നീ വേറെ സ്ഥലത്ത് ജീവിക്കുമെന്നൊക്കെയാണ് ഭീഷണി. പിന്നീട് പറയുന്നതാണ് ഏറ്റവും വലിയ കോമഡി, എൻ്റെ നമ്പർ സൈബറുമായി കണക്ട് ചെയ്തിരിക്കുകയാണെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ എന്നൊക്കെയുള്ള ധാരണയിലാണ് കൊല്ലം MLAയുടെ ഈ വീമ്പ് പറച്ചിൽ. അല്ലെങ്കിൽ അതിന് മറ്റ് ചില സാധ്യതകൾ കൂടിയുണ്ട്. കൊടും ക്രിമിനലുകളുടെയും പോലീസ് നിരീക്ഷണത്തിലുള്ള ആളുകളുടെയും ഒക്കെ നമ്പർ സൈബർ വിഭാഗവുമായി കണക്ട് ചെയ്യാറുണ്ട്. അതല്ല, മുകേഷ് MLAക്കെതിരെ നിരന്തരം പരാതികൾ വരുന്നത് കൊണ്ട് കോടതി പോലീസിനോട് ഈ നമ്പറിലേക്കുള്ള കോളുകൾ നിരീക്ഷിക്കാൻ പറഞ്ഞതായിരിക്കാം. അല്ലാതെ മറ്റൊരു സാധ്യത ഇതിൽ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു സാധ്യതയും ഇതിന് പിന്നിലില്ല എന്നും നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഇനി എന്തിനാണ് ഗൗതം എന്ന പേരുള്ള ഈ യുവാവ് മുകേഷിനെ വിളിക്കാൻ കാരണമെന്നത് മറുനാടൻ മലയാളിയുടെ ഉടമയായ മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയെ വിളിച്ച സംഭാഷണത്തിൽ ഈ യുവാവ് വ്യക്തമായി പറയുന്നുണ്ട്. ആ ഫോൺ കോൾ കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഗൗതം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഡ്രൈവിംഗിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ. എന്താണ് മുകേഷിനെ നിങ്ങൾ ടെലിഫോൺ വിളിക്കാനുള്ള സാഹചര്യം എന്താണ്? ഞാൻ രാഗം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരൻ കൊല്ലത്ത്. പുള്ളിക്കാരൻ പലരെയും തട്ടിച്ചിട്ടുണ്ടെന്നുള്ള പരാതിയൊക്കെ കേട്ടിട്ടുള്ള ആളല്ലേ? അതെ അതെ. അയാള് പുള്ളിക്കാരൻ എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു, ജോലി വാഗ്ദാനം നൽകി. 5 ലക്ഷം രൂപ? അതെ അതെ. അത് ശരി. അത് എന്നാ മേടിച്ചേ? കഴിഞ്ഞ വർഷം. എന്ത് ജോലി വാഗ്ദാനം? സർക്കാർ ജോലി തരാന്ന് പറഞ്ഞാണോ? അല്ല, HR മാനേജറായിട്ട് പുള്ളിയുടെ ചാനൽ, പുള്ളിയുടെ സ്ഥാപനത്തിൽ തരാമെന്ന് പറഞ്ഞു. HR മാനേജറായിട്ട്. അതിന് നിങ്ങളാ? എന്നിട്ടോ പുള്ളി തന്നില്ല? ജോലി തന്നു. പക്ഷെ 3 മാസം ഞാൻ ജോലിക്ക് പോയി. അവിടെ പുള്ളിക്കാരൻ വരത്തില്ല, എനിക്കൊരു വർക്ക് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. എന്നെ മനഃപൂർവ്വം പറ്റിക്കാനായിട്ടൊരു ഓഫീസ് തുടങ്ങിയതാണ് 5 ലക്ഷം വാങ്ങിക്കാനായിട്ട്. വേറെ പലരും ഇങ്ങനെ പരിചയമുണ്ടായിരിക്കോ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്നു. അയാളും പൈസ കൊടുത്ത് കയറുതാണോ? അതറിയത്തില്ല, പുള്ളി എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ എന്റെ ഒരു ചോദ്യം, ഇയാളെ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചേ? പുള്ളിക്കാരൻ 5-6 പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ പരിചയം? ഈ ചാനൽ വഴിയാണ് പരിചയപ്പെട്ടത്. ഈ ചാനലിലാണ് വാർത്ത കണ്ടിട്ട്. അപ്പൊ പരിചയപ്പെട്ടിട്ട് അയാളെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്? അതെ അതെ. അന്നേരം അയാൾ നിങ്ങളുടെ വീട്ടിൽ വന്നു? 2-3 വർഷത്തെ ബന്ധമുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഡിഗ്രി പഠിക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, ഡിഗ്രി പഠിച്ച ഉടനെ ഞാൻ നിനക്ക് നമ്മളെ ഓഫീസിൽ ഒരു ജോലി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോ നമ്മളെ ഒരു കുടുംബ വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ കൊടുക്കാനായിട്ട് പുള്ളി നമ്മളെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് മൊത്തം കംപ്ലീറ്റ് എടുത്തായിരുന്നു. അപ്പൊ അത് അനുസരിച്ച് പറഞ്ഞു, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ്. അമ്മയും അമ്മുമ്മയും ഞാനുമാണ് വീട്ടിലുള്ളത്. അമ്മ കിഡ്നി പേഷ്യന്റ് ആണ്, അമ്മുമ്മ 86 വയസ്സായി. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരൻ എല്ലാത്തിനും ഗൗതമിന് ഞാനുണ്ട്, പേടിക്കണ്ട, ഒന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ടൊരു വീട്ടിലൊരു മെമ്പറിനെ പോലെ സംസാരിച്ചു. അപ്പൊ അങ്ങനെ അത്ര ഡീപ് ഫ്രണ്ട് ആയി. അങ്ങനെയായിരുന്നു ഈ പൈസ. എന്നിട്ട് എന്നാ പറഞ്ഞു? 5 ലക്ഷം രൂപ ജോലി കിട്ടണമെങ്കിൽ 5 ലക്ഷം വേണോന്ന് പറഞ്ഞു. 5 ലക്ഷം വേണോന്ന് പറഞ്ഞ് നിരന്തരം വീട്ടിൽ വരുമായിരുന്നു. ഈ പൈസ വാങ്ങിച്ചതിന് ശേഷം പിന്നെ പുള്ളി ഇത് കാണാനേ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇല്ല. അപ്പൊ എന്റെ ഒരു സിമ്പിൾ ചോദ്യം, ഈ പുള്ളിയുടെ ഒരു കമ്പനി അല്ല, പുള്ളിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഇല്ല, പുള്ളി ഒരു സ്ഥാപനം ഒന്നും പറയാൻ പറ്റില്ല. അവിടെ കൂടെ നിങ്ങൾ എന്തിനാണ് രണ്ടും കൽപ്പിച്ച് 5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തേ? പുള്ളി ബ്രൗഷർ കാണിച്ചു ഇത് ചാനലിലോട്ട് വരാൻ പോകുന്നു പറഞ്ഞു. ഓൺലൈൻ ചാനൽ അല്ലാതെ ഏഷ്യൻ ന്യൂസ് പോലെയൊക്കെയുള്ള ചാനലില് വരുമെന്നുള്ള ഇതൊക്കെ കാണിച്ചായിരുന്നു. ചാനലിലോട്ട് വരുന്നു കാണിച്ചതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ആരും അന്വേഷിച്ചില്ല? അന്വേഷിക്കരുത്, ഇത് ആരെടുത്തും പറയരുതെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാൻ പോയില്ല. പിന്നെ അത് മാധ്യമം അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാളികൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ അത് വിശ്വസിച്ചിട്ട് കൊടുത്തതാ. എങ്ങനെ കാശ് കൊടുത്തു? നിങ്ങളുടെ ഉണ്ടായിരുന്നു? മിച്ചം ഉണ്ടായിരുന്നു അത്രയും കാശ്? 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു. അത് മൊത്തം കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ജോലിക്ക് വന്നപ്പോ എന്നാ കാണുന്നത്? അവിടെ ആരും ഇല്ല. അവിടെ ഉദ്ഘാടനം ചെയ്തു. ഞാനും അമ്മയും അമ്മുമ്മയും പുള്ളിക്കാരനും കൂടെ ചേർന്ന് ഉദ്ഘാടനം. വേറെ ആരും വന്നില്ല? വേറെ ആരും മുകേഷ് MLA വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളടുത്ത്, പക്ഷെ ആരും വന്നില്ല.
ഇയാൾക്ക് മുകേഷ് MLA ആയിട്ട് നേരത്തെ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നോ? ആ പുള്ളി പറഞ്ഞിരുന്നു കൊല്ലം മണ്ഡലത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരനാണ് ന്യൂസ് എടുക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഇതാ ചെയ്തത്. പുള്ളി പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് തെളിവല്ലോ? വീഡിയോ ഉണ്ടായിരുന്നു അതിന്. എങ്ങനെ എന്ത് വീഡിയോ? അവർ ഒരുമിച്ച് നടക്കുന്നോ? ഇത് ഒരുമിച്ച് നടക്കുന്നത്, അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ സംസാരിക്കുന്നതും മുകേഷ് MLA പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അതിന്റെയൊക്കെ വീഡിയോ എടുത്തു ഉണ്ടായിരുന്നു. അപ്പൊ മുകേഷുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പായിരുന്നു? അതെ അതെ. നിങ്ങൾ എന്നിട്ട് ഈ ഇവര് തമ്മിൽ ബന്ധമുണ്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ എവിഡൻസ് ഉണ്ടായിരുന്നോ? എന്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതെനിക്ക് നഷ്ടപ്പെട്ടു എന്റെ കയ്യിൽ നിന്ന്. എന്തായിരുന്നു എവിഡൻസ്? ഇത് പ്രോത്സാഹിപ്പിക്കുന്നതും പുള്ളിയുടെ കൂടെ നടക്കുന്നതും പുള്ളിയുടെ ഇത് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ മുകേഷ് MLA വിളിച്ചിരുന്നു. നിങ്ങൾ MLA വിളിച്ചു? ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ 5 ലക്ഷം രൂപ പറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പറയാണ് എന്റെ അറിവിൽ നല്ല മനുഷ്യനാണ്, അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അപ്പം പറഞ്ഞിരുന്നു. രണ്ടാമത് വിളിച്ചപ്പോ പുള്ളി പറഞ്ഞു ഇത് നിങ്ങളുടെ MLA വിളിക്കുക, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞു മാറി. അതെ. രണ്ടാമത് വിളിച്ചപ്പോ? അതെ. എന്നിട്ട് പിന്നെ നിങ്ങൾ കേസ് കൊടുത്തു? കേസ് എവിടാ കൊടുത്തേ? നരുവാമൂട് പോലീസ് സ്റ്റേഷൻ. അതെവിടെ? ഇവിടെ തിരുവനന്തപുരത്ത്? അതെ അതെ. എന്നിട്ട് പോലീസ് കേസെടുക്കാൻ മടി കാണിച്ചു. എന്നിട്ടോ നിങ്ങൾ എങ്ങനെ അവനെ എടുപ്പിച്ചേ? പിന്നെ നമ്മള് ഇത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, പിന്നെ കാട്ടാക്കട DYSP ഓഫീസുണ്ട്, അവിടെ പരാതി വന്നു. മുഖ്യമന്ത്രി അവിടെ നിന്ന് അങ്ങോട്ട് അയച്ചു. പിന്നെ അവർക്ക് ഇടപെട്ടു, പിന്നെ അങ്ങനെ FIR ഇട്ടു. അതുപോലെ തന്നെ അവർക്ക് എതിരെ കേസ് എടുത്ത് മുൻകൂർ ജാമ്യം അവരെടുത്തു. അറസ്റ്റിന്റെ ഇത് വന്നപ്പോ അവർ ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്, മുൻകൂർ ജാമ്യം എടുത്തു. കേസ് കൊടുത്തല്ലാതെ പക്ഷെ പിന്നെ വേറെ ഒന്നും സ്റ്റെപ്പ് എടുത്തില്ല. ഇതിനിടയിൽ ഞാൻ രാധാകൃഷ്ണൻ പുള്ളിക്കാരനെ വിളിച്ചിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ഞാൻ പോലീസൊക്കെ എനിക്ക് അനുകൂലമാണ്, അതുകൊണ്ട് കേസൊന്നും എടുക്കാനുള്ള ഇത് വരത്തില്ല എന്നൊക്കെ പറഞ്ഞു പുള്ളി അങ്ങ് കട്ട് ചെയ്തു. പിന്നെ എടുക്കത്തില്ല. ഓക്കെ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ മുകേഷിനെ വീണ്ടും വിളിക്കാൻ കാര്യം എന്നാ? ഇപ്പം വിളിക്കാൻ കാരണം എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു, നടപടി ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പുള്ളി സംസാരിച്ചൊരു ഒത്തുതീർപ്പാക്കിയ കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഇടപെട്ടിട്ട് വിളിച്ചപ്പോ തന്നെ ഇങ്ങനെ ഡയലോഗ് അടിച്ചു. അതെ. അപ്പൊ നിങ്ങൾ കട്ട് ചെയ്തു? പുള്ളി തന്നെ കട്ട് ചെയ്തു. ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരുന്നു എന്താ പുള്ളി അവസാനം എന്താണ് പറയുന്നത്. എന്നിട്ട് പിന്നെ ഇനിയിപ്പോ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്നാ ചെയ്യാൻ പോകുന്നേ? ഞാനത് സാജൻ സാറിനെ അറിയിച്ചു, എന്താണെന്നുള്ളത് നോക്കാൻ മാധ്യമത്തിൽ ഇത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത്രമാത്രം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്, സാറ് കേട്ടല്ലോ. അപ്പൊ എന്താ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ പൈസ കയറ്റാൻ എന്നാ വഴി? അതിനിപ്പോ കോടതി വഴി പോകാനേ പറ്റത്തുള്ളൂ. ശരി, ഓൾ ദി ബെസ്റ്റ്. മുകേഷ് ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ PR വർക്കിന് സമാനമായ മീഡിയ സപ്പോർട്ട് കൊടുത്ത വ്യക്തിയാണ് രാധാകൃഷ്ണൻ. ഇതേ വ്യക്തി അയാളുടെ സ്വന്തം ഓൺലൈൻ ചാനലിൽ HR മാനേജറായി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ മേടിച്ച് തന്നെ പറ്റിച്ചെന്നാണ് ഗൗതമിന്റെ പരാതി. 3 മാസം ജോലി കൊടുത്തതിന് ശേഷം തന്നെ വഞ്ചിച്ചെന്നും ഗൗതം പറയുന്നുണ്ട്. ഈ പരാതി പറയാനാണ് ഗൗതം രാധാകൃഷ്ണന്റെ സുഹൃത്തായിരുന്ന മുകേഷിനെ വിളിക്കുന്നത്. ആ പരാതി എന്താണെന്ന് പോലും തിരക്കാതെയായിരുന്നു MLAയുടെ പരാക്രമം. ആദ്യ സമയങ്ങളിൽ വിളിച്ചപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ നോക്കാമെന്നും, രണ്ടാമത്തെ തവണ വിളിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയെന്നും യുവാവ് ഈയൊരു ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി വിളിച്ച ഫോൺ കോൾ റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്തായാലും കൊല്ലത്തെ ജനങ്ങളുടെ തീരാ ശാപമായി മാറിയിരിക്കുകയാണ് മുകേഷ് MLA. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കാണാൻ കിട്ടാറില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എന്നതും കൊല്ലം MLAയുടെ ഒരു ഹോബിയാണ്. മുകേഷിന്റെ തന്നെ ഒരു ട്രെൻഡിങ് ഡയലോഗ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നുമില്ലെങ്കിലും ഒരു MLA അല്ലേ, അന്തസ് വേണമടോ, അന്തസ്.